മോളെ ഈ ജോർജിന്റെ മെറ്റീരിയൽ ഉണ്ടോ? ആരുടെ മെറ്റീരിയൽ? ഇങ്ങനെ നൈസ് ആയിട്ട് വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ ആണോ? ആ ഉണ്ട് മാഡം. എനിക്കൊന്നും ഉച്ചയ്ക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ ചേച്ചി. ഇതെന്റെ ലൈഫിന്റെ പ്രശ്നമാണ്. നീ ഒന്ന് അടങ്ങ് വീട്ടാ. എന്തായിരുന്നു സാർ നോക്കുന്നേ? അത് മുകളിലാണ് സാർ. സാർ മുകളിൽ വേറെ ആളുണ്ട്. എനിക്ക് കുട്ടി സെലക്ട് ചെയ്താൽ കണ്ട ഞങ്ങൾ മാച്ചില്ലേ വാടാമല്ലി കളറിന്റെ ബ്ലൂ ഉണ്ടോ? ഇത് എന്റെ പച്ചയല്ല, നമ്മൾ ഐഡിയൽ കപ്പിളല്ലെന്ന് എല്ലാരും പറയും. എന്റെ പച്ച കിട്ടാൻ നമ്മൾ ഈ കടന്ന് ഇറങ്ങില്ല, മനസ്സിലായോ? മനസ്സിലായി. അത് അല്ല വേണ്ട ആ പച്ച, ഇത് അല്ല ഈ പച്ച. ഇവിടെ വേണ്ട പച്ചയില്ല. ഞാൻ നിൽക്കുന്ന ചെറുക്കൻ എങ്ങനെയാ മാനേജ് ചെയ്തോ? എനിക്ക് പോവാൻ സമയമായി. ഇത് വേണ്ട. ചേച്ചി ഞാൻ പോവാണ്, ഒരുപാട് ലേറ്റ് ആയി. ചേച്ചി ആരെയെന്ന് വെച്ച് വിളിച്ചോ. ഇടി എന്തോ ലൈഫ് ചേഞ്ചിങ് സംഭവം എന്ന് പറഞ്ഞിട്ട് നീ കാര്യം പറഞ്ഞിട്ട് പോകും. ചേച്ചിക്ക് അറിയാലോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഫോറിൻ യൂണിവേഴ്സിറ്റി പോയി പഠിക്കലാന്ന്. ഇന്നാണെങ്കിൽ ഒരു വിദേശ എക്സ്പോ നടക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും അറ്റൻഡ് ചെയ്താൽ പറ്റും. നീ ആ നിൽക്കുന്ന ചേച്ചിനെ കണ്ടോ? എല്ലാവർക്കും ഒന്ന് ഫിറ്റ് ആവുമെങ്കിൽ പുള്ളിക്കാരി ഇത്രയും കിടന്ന് തപ്പേണ്ട കാര്യമുണ്ടോ? അതും ഇതും തമ്മിൽ ഇപ്പൊ എന്താ ബന്ധം? എടി എക്സ്പോയ്ക്ക് പോയി കഴിഞ്ഞാൽ നിന്റെ കരിയർ ഗോളിനും എഡ്യൂക്കേഷനും പറ്റിയ യൂണിവേഴ്സിറ്റി ഒന്നും കിട്ടത്തില്ല. ഇതിപ്പോ ഞാൻ പോവാതിരിക്കാൻ വേണ്ടി ചേച്ചി ഓരോന്ന് പറയുന്നതല്ലേ. എടി നീ പൊക്കോ, പക്ഷെ സാൽവെമരിയിലേക്ക് പോകുന്നതാണ് നല്ലത്. അവിടെ വരുന്ന കുട്ടികളെയും അവരുടെ പേരൻസിനെയും ഇരുത്തി അവരുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടും കരിയർ ഗോളും തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട പേഴ്സണൽ ഗൈഡൻസ് കൊടുക്കുന്നത്. ഒരു 1-to-1 കോൺവെർസേഷൻ. ഇനി അവര് പറയുന്നത് ശരിയാണോന്ന് നിനക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. വേണമെങ്കിൽ സെക്കൻഡ് ഒപ്പീനിയനും എടുക്കാം. മറ്റുള്ളവരെ പോലെ തള്ളുമില്ല കള്ളവും ഇല്ല. എന്നാ ഞാൻ സാൽവേമരിയെ പോയി നോക്കട്ടെ. ശരി. കുട്ടി സാലറി പോകണോ? ഞാൻ വരട്ടെ, വിദേശത്ത് പോയി സെറ്റിൽ ആവാം. പിടിച്ച ചേച്ചി